ഹലോ ഗൈസ്, കഴിഞ്ഞ തവണ നമ്മൾ ഇട്ട വീഡിയോൻ്റെ താഴെ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് വാഷിംഗ് മെഷീൻ നമ്മുടെ റൂമിൻ്റെ ടൂറ് കാണിച്ച സമയത്ത്, റൂമിൻ്റെ ഫെമിലറൈസേഷൻ കാണിച്ച സമയത്ത് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു വാഷിംഗ് മെഷീൻ സംഭവങ്ങളൊന്നും ഇല്ലേ എന്നുള്ളത്. അപ്പം നമുക്ക് ഷിപ്പിലെ വാഷിംഗ് മെഷീൻ്റെ റൂമും അതിന് ലോണ്ട്രി റൂം എന്നാണ് പറയുക, പിന്നെ ഡ്രയർ റൂം, പിന്നെ നമുക്ക് ഷിപ്പിലത്തെ ജിമ്മും കൂടി കാണാം. അപ്പോൾ കാണിച്ചു തരാം. നമ്മുടെ ഷിപ്പ് ഇപ്പോൾ ഉള്ളത് പോർട്ടിലായതുകൊണ്ട് തന്നെ ഡിസ്ചാർജിങ് ഓപ്പറേഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ലോഡിംഗ് പോർട്ടിൽ ഷൂട്ടർ വെച്ചിട്ട് ലോഡ് ചെയ്യും. ഡിസ്ചാർജിങ് പോർട്ടിൽ ഈ കാണുന്ന ക്രാബ് വെച്ചിട്ടാണ് ഡിസ്ചാർജ് ചെയ്യുക. നമ്മുടെ ഷിപ്പിലുള്ളത് ബോക്സൈറ്റ് ആണ്, അലുമിനിയത്തിൻ്റെ ഓറാണ്. ഈ കാണുന്നതാണ് കാർഗോ ഹോൾഡ്. ഇതിൻ്റെ ഉള്ളിലാണ് അത് ഫില്ല് ചെയ്ത് വെക്കുക. എന്നിട്ട് ആ കാർഗോ ഹോൾഡിൻ്റെ ഹാച്ച് കവർ എന്ന് പറയും, അത് ക്ലോസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ ടൈറ്റ് ആയിട്ട് അത് സീലായിട്ടിരിക്കും. പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ഒന്നും പോവും ചെയ്യില്ല, അതൊന്നും പുറത്തേക്ക് വരില്ല. അങ്ങനെയാണ് അതിൻ്റെ, അതായത് ഷിപ്പ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതെല്ലാം ക്ലോസ് ചെയ്തിട്ടാണ് പോവുക. പോർട്ടിൽ മാത്രമാണ് ഇത് ഓപ്പൺ ചെയ്തിട്ട് കാർഗോ ഓപ്പറേഷൻ നടക്കുള്ളൂ. ഇപ്പോൾ ആ കാർഗോ ഓപ്പറേഷൻ അതായത് ഡിസ്ചാർജ് ചെയ്യുന്നതാണ് ആ ക്രാബ് നമ്മുടെ ബോക്സൈറ്റ് എടുത്തിട്ട് പോർട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്യുന്നതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മളുള്ളത് ഷിപ്പിൻ്റെ നാവിഗേഷണൽ ബ്രിഡ്ജിലാണ്. അപ്പോൾ ബ്രിഡ്ജിൻ്റെ ഉള്ളിലത്തെ സീനാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറേ പാനലും സംഭവങ്ങളൊക്കെ ഉണ്ട് ഷിപ്പിൻ്റെ നാവിഗേഷന് വേണ്ടിയിട്ട്. ഇവനവിടെ ഇരുന്നിട്ട് റിപ്പോർട്ടും ചെയ്യുന്നുണ്ട്. ഇനി ആദ്യം നമുക്ക് ലോണ്ടറി റൂമിലേക്ക് പോകാം, വാഷിംഗ് മെഷീൻ്റെ സംഭവങ്ങളൊക്കെ കാണാൻ. അപ്പോൾ ആദ്യം ഡോർ തുറന്നിട്ട് നമുക്ക് ആദ്യം സ്റ്റെയറിൽ കൂടെ താഴെ പോകണം. ഇതിപ്പോൾ ഏറ്റവും മുകളിലത്തെ ഡെക്കാണ് ബ്രിഡ്ജ് ഉള്ളത്, അതായത് നാവിഗേഷണൽ ബ്രിഡ്ജ് ഉള്ളത് ഏറ്റവും ടോപ്പിലാണ്. ഇനി അവിടെ നിന്ന് താഴേക്ക് പോയിട്ട് സി ഡെക്കിലാണ്. അപ്പോൾ അതായത് ഏറ്റവും ടോപ്പിൽ ബ്രിഡ്ജ്, അതിനുശേഷം ഡി ഡെക്ക്, അതിനുശേഷം സി ഡെക്കിലാണ് നമ്മുടെ ക്യാബിൻ വരുന്നത്. അവിടെ തന്നെയാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ വരുന്ന ലോണ്ടറി റൂമും വരുന്നത്. അപ്പോൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് എ ഡെക്ക്, ബി ഡെക്ക്, സി ഡെക്ക് എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ഡി ഡെക്കിൽ നിന്ന് താഴെ വന്നു, സി ഡെക്ക് എത്തി. സി ഡെക്കിൻ്റെ ഉള്ളിൽ പോകണം. ഇതാണ് ആലി വേ. ഇവിടെയാണ് എല്ലാവരുടെ ക്യാബിനും വരുന്നത്. ഇത് കൂളറാണ്, വാട്ടർ കൂളർ. നമ്മൾ ഇവിടെ നിന്നാണ് വെള്ളം എടുക്കുന്നത്. പ്യൂരിഫയർ എന്ന് പറയും, വാട്ടർ ഫൗണ്ടെയിൻ. ഇതാണ് ലോണ്ടറി റൂം. അവിടെ CCTV ക്യാമറയൊക്കെ ഉണ്ട്. ഇതാണ് വാഷിംഗ് മെഷീൻസ് എല്ലാതും. അതിൽ 3 വാഷിംഗ് മെഷീനും 2 ഡ്രയറുമാണ് വരുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡ്രസ്സ് മേലെ ഇട്ടിട്ട് ഡ്രൈ ചെയ്യാം. അത് ബോയിലർ സ്യൂട്ടിന് ഒരു വാഷിംഗ് മെഷീൻ, നമ്മുടെ സിവിൽ ക്ലോത്ത്സിന് ഒരു വാഷിംഗ് മെഷീൻ, പിന്നെ നമ്മുടെ ബെഡ്ഷീറ്റ് അങ്ങനെയുള്ളതൊക്കെ ക്ലീൻ ചെയ്യാൻ വേറൊരു വാഷിംഗ് മെഷീൻ. മേലെ കാണുന്നതാണ് ഡ്രയർ. പിന്നെ ഇത് ഡ്രയർ റൂമാണ്. ഇവിടെ ഒരു ഹീറ്റർ വരുന്നുണ്ട്. നമുക്ക് ഡ്രസ്സ് ഇവിടെ വന്നിട്ട് നമുക്ക് ഡ്രൈ ചെയ്യാൻ വേണ്ടി ഇടാൻ വേണ്ടി പറ്റും. അത് കാണുന്നതാണ് ഡ്രയർ, ഹീറ്റർ. ഇനി അടുത്ത് നമുക്ക് ഷിപ്പിൽ ജിമ്മിലേക്ക് പോകാം. ഇതും നമ്മുടെ അതേ പ്ലാറ്റ്ഫോമിലാണ് ജിമ്മും വരുന്നത്. ഹോബി റൂം എന്നാണ് എഴുതി വെച്ചേക്കുന്നത്. ചെറിയ ജിമ്മാണ്. കഴിഞ്ഞ ഷിപ്പിലൊക്കെ ഉണ്ടായിരുന്ന വലിയ ജിമ്മായിരുന്നു. പക്ഷേ ഈ ഷിപ്പ് ചെറിയ ഷിപ്പായതുകൊണ്ട് തന്നെ ചെറിയ ജിമ്മാണ്. അതിനുള്ള സ്പേസ് അലോട്ട് ചെയ്തത് ചെറുതാണ്. എക്യുപ്മെൻറ്റ്സും സംഭവങ്ങളൊക്കെ കുറവാണ്. ഇതൊക്കെ ഇവിടെയുള്ള എക്യുപ്മെൻറ്റ്സ് ആണ്. ഇതൊക്കെ വർക്കിംഗ് ആയ എക്യുപ്മെൻറ്റ്സ് ആണ്. നമ്മൾ ഡെയിലി ഈവനിങ് വന്നിട്ട് ചെയ്യാറുള്ളതാണ് വർക്കൗട്ട് സംഭവങ്ങളൊക്കെ. ഇവിടെ തന്നെ ഇതിൻ്റെ ഉള്ളിലൊരു അലാം പാനൽ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ഡ്യൂട്ടി ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അലാം വന്നാലും ഇതിൻ്റെ ഉള്ളിലിരുന്ന് അറിയാൻ വേണ്ടി പറ്റും. പിന്നെ ഒരു ട്രെഡ്മില്ലുണ്ട്. നമുക്ക് വാക്കിംഗ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രെഡ്മില്ല് യൂസ് ചെയ്യാം. പിന്നെ ഡംബൽസ്, ബാറ് എല്ലാം ഇരിപ്പുണ്ട്. വെയിങ് മെഷീന് 2 എണ്ണം ഇരിപ്പുണ്ട്. അതിൽ ഒന്നാ വർക്ക് ചെയ്യുള്ളൂ, ഒന്നും വർക്ക് ചെയ്യില്ല. ഇത് കാണുന്നത് ക്ലോക്കാണ്, ടൈം അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ സ്പീക്കർ, PA എന്തെങ്കിലും പബ്ലിക് അനൗൺസ്മെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സ്പീക്കറിൽ കേൾക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഉള്ളതൊരു ACയുടെ ഡക്റ്റാണ്. ജിമ്മിൻ്റെ ഉള്ളിൽ AC ഒക്കെ ഉണ്ട്. പിന്നെ ജനറൽ എമർജൻസി അലാമൊക്കെ വന്നു കഴിഞ്ഞാൽ അറിയാനുള്ള സ്പീക്കർ. പിന്നെ ഒരു JBL സ്പീക്കർ ഉണ്ട്, നമുക്ക് പാട്ടൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ആ കാണുന്നതാണ് പോർട്ട് ഹോള്, വിൻഡോ എന്ന് വേണമെങ്കിൽ പറയാം. അതുകൂടെ നോക്കിയാൽ നമുക്ക് പുറമേ കാണാം. അപ്പോൾ ഈ ജിമ്മുള്ളത് ഷിപ്പിൻ്റെ ബാക്ക് സൈഡിലാണ്, ആഫ്റ്റർ സൈഡ് എന്ന് പറയും. ഷിപ്പിൻ്റെ ബാക്ക് സൈഡാണ്, അതുകൂടെ നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റുക. ഇത്രയൊക്കെയാണ് നമ്മുടെ ജിമ്മ് എന്ന് പറയുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ എന്ന് പറയുന്നത്. ചെറിയ ജിമ്മാണ്, എന്നാലും 1-2 പേർക്കൊക്കെ സുഖമായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും.
നോർമലി അധികാരം വരാറുമില്ല. ഇത്രയൊക്കെയാണ് നമ്മുടെ ജിമ്മത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.